നമസ്കാരം. VBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിലപ്പെട്ട സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഈ ഓഫർ പാലാ ചങ്ങനാശ്ശേരി കരിക്കിനേറ്റ് സിൽക്സിൽ മാത്രം. ഉടുമ്പന്നൂരിൽ കുടുംബശ്രീ വാർഷികം ആഘോഷിച്ചു. സ്പൈസസ് ബോർഡ് വൈസ് ചെയർമാൻ റോയ് കെ പൗലോസ് ഉദ്ഘാടനം നിർവഹിച്ചു. അക്രമ രാഷ്ട്രീയത്തിനെതിരെ തൊടുപുഴയിൽ സാംസ്കാരിക കൂട്ടായ്മ നടന്നു. ഫാദർ എ അടപ്പൂർ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലാ തുടർ വിദ്യാഭ്യാസ കലോത്സവം ആലക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MT തോമസ് ഉദ്ഘാടനം ചെയ്തു. കല്ലൂർക്കാട് ഗവൺമെന്റ് ആശുപത്രിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് KPMS നേതൃത്വത്തിൽ ധർണ നടത്തി. MA വാസു ഉദ്ഘാടനം നിർവഹിച്ചു. പഴയരിക്കണ്ടത്ത് വാഹനാപകടത്തിൽ മരണമടഞ്ഞ മുട്ടം മ്ലാക്കുഴിയിൽ ബിജുവിനും കുടുംബത്തിനും കണ്ണീര് കുതിർന്ന യാത്രാമൊഴി. കൊടിയത്തൂർ പഞ്ചായത്തിലെ കൈപ്പയിൽ പാറമട തുടങ്ങുവാനുള്ള നീക്കത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. സമരപ്രഖ്യാപന കൺവെൻഷൻ ജൂലൈ 15 നടക്കും. സേവാഭാരതിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ കാർഗിൽ സന്തോഷ് കുമാർ അനുസ്മരണവും ദേശഭക്തിഗാന മത്സരവും നടത്തി. വാർത്തകൾ വിശദമായി. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ വാർഷികാഘോഷം നടത്തി. സ്പൈസസ് ബോർഡ് വൈസ് ചെയർമാൻ റോയ് കെ പൗലോസ് ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ വിവിധ രീതികളിൽ ആഘോഷിക്കുന്നതിൻ്റെയും കേരളത്തിൽ 14 വർഷം ആയി എങ്കിലും നമ്മുടെ പഞ്ചായത്തിൽ അല്പം കൂടി കുറവേ ആയിട്ടുള്ളൂ. അക്രമ രാഷ്ട്രീയത്തിനെതിരെ സാമൂഹിക സാംസ്കാരിക കൂട്ടായ്മ തൊടുപുഴയിൽ നടന്നു. സിസിലിയ ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ഫാദർ എ അടപ്പൂർ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി ദുരന്തങ്ങളെ എങ്ങനെ നേരിടാം എന്നതിനെ കുറിച്ച് കേന്ദ്ര ദുരന്ത നിവാരണ സേന നടത്തിയ ബോധവൽക്കരണ പ്രവർത്തനം ശ്രദ്ധേയമാകുന്നു. ഉപ്പുതറയിലാണ് കേന്ദ്ര സേനയുടെ ഡെമോൺസ്ട്രേഷൻ നടന്നത്. ജില്ലയിലെ ദുരന്ത സാധ്യതകൾ വിലയിരുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ 2 മണിക്കൂറിനുള്ളിൽ തന്നെ എയർലിഫ്റ്റിംഗ് ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ പര്യാപ്തമായ സംവിധാനങ്ങൾ ദുരന്ത നിവാരണ സേനയ്ക്കുണ്ടെന്ന് അസിസ്റ്റന്റ് കമാൻഡന്റ് പറഞ്ഞു. മൂലമറ്റം KSRTC ഡിപ്പോയിലെ TDF വാർഷിക സമ്മേളനം മൂലമറ്റം ഇന്ദിരാഭവനിൽ നടത്തി. ആസ്കോ ബാങ്ക് ചെയർമാൻ ടോമി വാടിക്കുളം ഉദ്ഘാടനം ചെയ്തു. നീചമായ പ്രവർത്തികളിലേക്ക് ആ പ്രസ്ഥാനം പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ ഇടുക്കി ജില്ലാ തുടർ വിദ്യാഭ്യാസ കലോത്സവം നടത്തി. ആലക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MT തോമസ് ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി ജില്ല ഒരു പിന്നോക്ക ജില്ലയാണ്. 53 പഞ്ചായത്ത്, ഒരു മുനിസിപ്പാലിറ്റി. ഇടവലക്കുടി എന്ന് പറഞ്ഞാൽ ആദിവാസി മേഖലയാണ്, അവിടെ എത്താൻ കഴിയില്ല. എന്നാൽ പോലും നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അവിടെ ഈ സാക്ഷരതയെ കൈവരിക്കുന്നതിന് വേണ്ടി നല്ല പദ്ധതികൾ ആസൂത്രണം ചെയ്ത പ്രവർത്തനം ആരംഭിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ കല്ലൂർക്കാട് ഗവൺമെന്റ് ആശുപത്രിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് KPMS കല്ലൂർക്കാട് ശാഖയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. പ്രസിഡന്റ് VA ഗോപി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി മെമ്പർ MA വാസു ധർണ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി MK മുനീർ പ്രസംഗിച്ചു. ഞങ്ങളുടെ സമരം എന്ന് പറയുന്നത്
ഈ കാലഘട്ടത്തിൽ നടക്കുന്ന സമരങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ട്? ആനക്കൂട് റെസിഡൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ പണ്ടാരക്കുന്നിൽ രഘുനാഥ നായർക്ക് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ ദാനം ജൂലൈ 15-ന് മന്ത്രി PJ ജോസഫ് നിർവഹിക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആനക്കൂട് റെസിഡൻസ് അസോസിയേഷനിലെ ഒരംഗമായ മൈലാന്താനത്ത് രഘുനാഥൻ നായരുടെ ഭവന നിർമ്മാണ പദ്ധതി റെസിഡൻസ് അസോസിയേഷൻ ഏറ്റെടുത്ത് നാട്ടുകാരുടെ സഹായം കൊണ്ടും അംഗങ്ങളുടെ സഹായം കൊണ്ടും മറ്റ് വ്യക്തികളിൽ നിന്നും പണം സമാഹരിച്ച് ഏതാണ്ട് 4 മാസക്കാലം കൊണ്ട് പഴയരിക്കണ്ടത്ത് വാഹന അപകടത്തിൽ മരണമടഞ്ഞ മുട്ടം മ്ലാക്കുഴിയിൽ ബിജു, ഭാര്യ ബിന്ദു, മക്കളായ ആൻജോ, ആക്സ എന്നിവർക്ക് കണ്ണീര് കുതിർന്ന യാത്രാമൊഴി. വീട്ടിലും മുട്ടം സിബിഗിരി പള്ളിയിലും സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. മന്ത്രിമാരായ KM മാണി, PJ ജോസഫ്, PT തോമസ് MP, തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ്, വിവിധ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ വസതിയിലെത്തി അനുശോചനം അറിയിച്ചു. 4 പേരെയും ഒരു കല്ലറയിലാണ് അടക്കിയത്. പശ്ചിമഘട്ട വികസന പദ്ധതി പ്രകാരം ജില്ലയിൽ നടപ്പാക്കി വരുന്ന നീർത്തട വികസന പദ്ധതികൾ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി കട്ടപ്പനയിൽ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MT തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് രാജൻ അധ്യക്ഷത വഹിച്ചു. കൃഷിവകുപ്പ് റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ IA ചാക്കോ, കുടയത്തൂർ പഞ്ചായത്തിലെ കൈപ്പിയിൽ പാറമട ആരംഭിക്കുവാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമായി. കുടയത്തൂർ പഞ്ചായത്തിന്റെ വടക്കേ അതിര് നിർണയിച്ച് സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും പ്രതീകമായി നിലനിൽക്കുന്ന മലനിരകളാണ് മുതിയാമല, മറുകുമല, നെല്ലിക്കാമല, പൂവത്തിനിപ്പാറ തുടങ്ങിയവ. സേവാഭാരതി നേതൃത്വത്തിൽ കാർഗിൽ സന്തോഷ് കുമാർ സ്മാരക ദേശഭക്തിഗാന മത്സരവും അനുസ്മരണ സമ്മേളനവും നടത്തി. ജന്മഭൂമി മുൻ മുഖ്യപത്രാധിപർ P നാരായണൻ ദേശഭക്തിഗാന മത്സരം ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതി താലൂക്ക് പ്രസിഡന്റ് K രവീന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ D1 മേഴ്സി ശ്രേണിയിൽ കുട്ടികൾക്കായി ഏകദിന കൺവെൻഷൻ നടത്തി. റെക്ടർ ഫാദർ ജോർജ് ചേറ്റൂർ നേതൃത്വം നൽകി. എല്ലാ മാസവും 2 ശനിയാഴ്ചകളിൽ കുട്ടികൾക്കായി രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെ കൺവെൻഷൻ നടത്തി വരുന്നു. കർത്താവായ ദൈവമേ, കാരുണ്യപരമായി ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നദ്ധിയിലെപ്പോൾ നിർമ്മല ഹൃദയം പ്രസന്നവദനരും നിഷ്കളങ്കമായി അവർക്ക് ഞങ്ങളെ യോഗ്യരാക്കണം. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ദുഷ്ടനെ രക്ഷിക്കണമേ. ഇതുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമയത്ത് മഴ ലഭിക്കാത്തതിനാൽ കാന്തല്ലൂരിൽ പച്ചക്കറി കൃഷി വൈകി. ഇതുമൂലം ഓണ സീസണിൽ പച്ചക്കറിക്ക് ക്ഷാമം വരുവാൻ സാധ്യതയേറി. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് സാധാരണ കൃഷി ഇറക്കുന്നതെന്ന് കർഷകർ പറഞ്ഞു. കൃഷിയൊക്കെ കിളച്ച് എല്ലാം ഇട്ടിട്ട് മാർച്ച് ഏപ്രിൽ മെയ് മാസം കൃഷി ഇറക്കാൻ തുടങ്ങും. ജൂലൈ മാസத்துக்குள்ளே ഞങ്ങൾ എല്ലാ കൃഷിയും ഇട്ട് പയർ വരുന്ന സമയമാണ്. നല്ല ആഗസ്റ്റ് സെപ്റ്റംബറിൽ എടുക്കേണ്ട സമയം. ഈ കൊല്ലത്തെ ഈ മഴയില്ലാത്ത കാരണം കൊണ്ട് ഞങ്ങൾ യാതൊരു ഇത് ചെയ്തിട്ടില്ല. എല്ലാം കിളച്ചിട്ടിട്ട്. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് കോട്ടയം ജില്ലയിലുള്ള നാലമ്പല ക്ഷേത്രങ്ങളിലെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കർക്കിടക മാസം രാമപുരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഏറ്റവും പുണ്യമാസമായി മാറുകയാണ്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് നാലമ്പലങ്ങളിലേക്ക് എത്തുന്ന ഭക്തജന തിരക്ക് തന്നെയാണ്. ശ്രീരാമ, ഭരത, ലക്ഷ്മണ, ശത്രുഘ്നന്മാരുടെ ക്ഷേത്രങ്ങൾ ഒരേ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നു. കേവലം 3 മണിക്കൂറിനുള്ളിൽ ഈ 4 ക്ഷേത്രങ്ങളും ദർശനം നടത്തി മടങ്ങാൻ പറ്റുന്ന സൗകര്യങ്ങൾ അവിടെ ഉണ്ട്. തട്ടുകുഴ ശ്രീ മഹാദേവ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഉത്തിഷ്ടകാരി സിദ്ധി പൂജ ആരംഭിച്ചു. ഓം അനാമയായ നമഃ. ഓം ത്രിനേത്രായ നമഃ. ഓം ഗദാതംഗായ നമഃ. വണ്ണപ്പുറം കണ്ണമ്പുഴ അവറാച്ചന്റെ 75ാം ജന്മദിനം ആഘോഷിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നമ്മുടെ പ്രിയങ്കരനായ അവരാച്ചൻ ചേട്ടന്
ആശംസകൾ അർപ്പിച്ചു കഴിഞ്ഞു എന്നെനിക്കറിയാം. ഈ പഞ്ചായത്തിൻ്റെ പ്രഥമ പൗരൻ ബഹുമാനായ കരിമണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കൂടിയായ ശ്രീ വർഗീസ് ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹവും ആശംസകൾ അർപ്പിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്തരം ചടങ്ങുകളിൽ സുദീർഘമായ പ്രസംഗങ്ങൾ. അറക്കുളത്ത് ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ജയ്ഹിന്ദ് ലൈബ്രറി സെക്രട്ടറി PN നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ADS സെക്രട്ടറി മിനി തോമസ് അധ്യക്ഷത വഹിച്ചു. PR ഗ്യാസ് മാനേജിംഗ് ഡയറക്ടർ പ്രസാദ് ഭാസ്കർ, എനർജി മാനേജ്മെന്റ് സെന്റർ ഡയറക്ടർ AM ധരേശൻ ഉണ്ണിത്താൻ, എനർജി ടെക്നോളജിസ്റ്റ് ജോൺസൺ ഡാനിയൽ, എനർജി കൺസൾ. മഴക്കാല ശുചീകരണ പദ്ധതികളുടെ ഭാഗമായി കരിമണ്ണൂർ പഞ്ചായത്തിലെ 5ാം വാർഡായ കോട്ടക്കവലിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ഗ്രാമപഞ്ചായത്ത് മെമ്പർ നിസാമു ഷാച്ചി ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർ, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഫെഡറൽ ബാങ്കിന്റെ തൊടുപുഴയിലെ 4ാമത്തെ ശാഖ വെങ്ങല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. വെങ്ങല്ലൂർ ആനിമൂട്ടിൽ ബിൽഡിംഗിൽ പുതിയ ശാഖയുടെ ഉദ്ഘാടനം മന്ത്രി PJ ജോസഫ് നിർവഹിച്ചു. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങണമെങ്കിൽ ബാങ്ക് ഫൈനാൻസ് വേണം. ഇന്ത്യയിൽ തന്നെയാണെങ്കിലും വലിയ വ്യവസായശാലകളൊക്കെ തുടങ്ങുന്നത് ബാങ്കിൽ നിന്നുള്ള സഹായം കൊണ്ടാണ്. കൃഷിക്കും വ്യാപാരത്തിനും വ്യവസായത്തിനും എല്ലാം ബാങ്കിൽ നിന്നുള്ള വായ്പകൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഡെപ്പോസിറ്റ്, നമ്മുടെ പണം നിക്ഷേപിച്ചാൽ പലിശ കിട്ടുന്ന. അസിസ്റ്റന്റ് ജനറൽ മാനേജർ AO പീറ്റർ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ ഷർജ ജമാൽ, സുധാ സുധാകരൻ എന്നിവർ പ്രസംഗിച്ചു. സീനിയർ മാനേജർ ജോൺ ജോസഫ് സ്വാഗതവും ബ്രാഞ്ച് മാനേജർ ഐസക് കുര്യൻ നന്ദിയും പറഞ്ഞു. ഫെഡറൽ ബാങ്കിന് തൊടുപുഴയിലെ പ്രധാന ശാഖയ്ക്ക് പുറമെ മങ്ങാട്ടുകവല, പുതിയ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലും ശാഖകൾ പ്രവർത്തിച്ചു വരുന്നു.